ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ അവിലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളവിലാണ്. നിങ്ങൾക്ക് മട്ടവിൽ വേണമെങ്കിൽ അതെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കപ്പ് അവിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവിൽ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഈ കുതിർത്തെടുത്ത അവിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ റവയും അവിലും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി തോലൊക്കെ കളഞ്ഞ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെടുത്തിട്ടുള്ള റവയുടെയും അവലിൻ്റെ ഒക്കെ അളവ് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ തന്നെ അതൊരു 3-4 കറക്കം അങ്ങോട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കേട്ടോ ആക്കി എടുക്കാനായിട്ട്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ഈ ഒരു കട്ടിക്കാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചധികം മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലാക്സും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലാക്സ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് തന്നെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ വാഴയില ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വാഴയിലേക്ക് നമ്മൾ കയ്യിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആക്കി കൊടുത്തിട്ടാണെങ്കിലും ഇത് അത്യാവശ്യം മീഡിയം ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ വാഴയിലയിൽ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മളൊരു ഉഴുന്ന വടയുടെ ഷേപ്പ് ആക്കി എടുക്കുക കേട്ടോ. എല്ലാ സൈഡും ഒപ്പാക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വാഴയില കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഡലിൻ്റെ തട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി കൊടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുറച്ച് വാഴയില ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും ഞാനൊരു ചമ്മന്തിയും കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും 1 സവാളയും കുറച്ച് മല്ലിയിലയും ലേശം പുളിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടതെന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുളിയുടെ അളവും നിങ്ങൾക്ക് എത്രയാണോ പുളിപ്പ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അങ്ങോട്ട് കറക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കടുകും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് താളിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ട് ഇതാ കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒട്ടും എണ്ണ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചമ്മന്തി അല്ലാതെ തന്നെ നമുക്ക് സാമ്പാർ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.